വേദവിചാരം എന്ന ഈ പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്നേഹിയാന്ന സ്വർഗീയ പിതാവേ, ഒരിക്കൽ കൂടി അങ്ങയുടെ തിരുവചനങ്ങളെ ധ്യാനിപ്പാൻ തക്കോണം അങ്ങ് നൽകിയിരിക്കുന്ന ഈ അവസരത്തെ ഓർത്ത് നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. വചനങ്ങളെ കേൾക്കുവാൻ അവരുടെ കാതുകളെയും സ്വീകരിപ്പാൻ അവരുടെ ഹൃദയങ്ങളെയും അങ്ങ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബലഹീന നടീനെയും തിരുസിനെ സമർപ്പിക്കുന്നു. അങ്ങ് നൽകിയിരിക്കുന്ന കൃപയിൽ നിന്ന് വചനം ഘോഷിപ്പാൻ സഹായിക്കണം. പരിശുദ്ധാത്മാവിനോട് കൂടിയിരിക്കണം. തിരുനാമം സകലത്തിലും മഹത്വപ്പെടുവാൻ അങ്ങ് സഹായിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന പ്രാർത്ഥന പിതാവ് കേൾക്കണമേ. ആമേൻ. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 10-ാമത്തെ തിരുവചനം. അവൻ പറഞ്ഞത്, ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. ശേഷമുള്ളവരോടോ കണ്ടിട്ടും കാണാതിരിക്കുവാനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുവാനും ഉപമകളിലൂടെ അത്രേ സംസാരിക്കുന്നത്. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, യേശുവിൻ്റെ 3.5 വർഷക്കാലത്തെ പരസ്യ പ്രവർത്തനത്തിൽ അനേക ഉപമകളിലൂടെ കർത്താവ് ദൈവരാജ്യത്തെക്കുറിച്ചൊക്കെയും പഠിപ്പിക്കുന്ന നമുക്ക് തിരുവചനത്തിൽ വായിക്കുവാൻ തൊക്കണം കഴിയും. വിശുദ്ധ മത്തായിയുടെയും മർക്കോസിൻ്റെയും വിശുദ്ധ ലൂക്കോസിൻ്റെയും സുവിശേഷങ്ങളിലായി 3 സുവിശേഷങ്ങളുമായിട്ട് ഈ ഉപമകൾ നമുക്ക് കാണുവാൻ കഴിയുമ്പോൾ അതിലേതാണ്ട് 7 ഉപമകൾ 3 സുവിശേഷത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു ഉപമകൾ മറ്റ് ചില സുവിശേഷങ്ങളിൽ അല്ലെങ്കിൽ 1-2 സുവിശേഷങ്ങളിൽ മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്രകാരം 3 സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്ന ഉപമകളിൽ പ്രാധാന്യമർഹിക്കുന്ന ഉപമകളിൽ ഒരു ഉപമയാണ് വിതയ്ക്കുന്നവൻ്റെ ഉപമ. 3 സുവിശേഷങ്ങളിലും ഈ വിതയ്ക്കുന്നവൻ്റെ ഉപമ നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. അപ്പോൾ ഈ ഉപമ കർത്താവ് വിതയ്ക്കുന്നവൻ്റെ ഉപമ പറഞ്ഞതിന് ശേഷം കർത്താവ് പറയുകയാണ്, ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. ശേഷമുള്ളവരോടോ കണ്ടിട്ടും കാണാതിരിക്കുവാനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുവാനും ഉപമകളിലൂടെ അത്രേ സംസാരിക്കുന്നത്. അപ്പോൾ ഉപമകളിലൂടെ എന്തുകൊണ്ട് സംസാരിക്കുന്നു എന്ന് കർത്താവ് ഇവിടെ പറയുകയാണ്. വചനശ്രവണം എന്നുള്ളത് ഇന്ന് നാം ഒക്കെയും പല മാധ്യമങ്ങളിലൂടെ ശ്രവിക്കുന്നവരാണ്. ദേവാലയങ്ങളിലുള്ള ശുശ്രൂഷകളിലൂടെയാണെങ്കിലും ചാനലിലൂടെയാണെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള സോഷ്യൽ മീഡിയകളിലൂടെ യൂട്യൂബ്, ഫേസ്ബുക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെയും വചനം കേൾക്കുവാനുള്ള സൗകര്യം ഇന്ന് മറ്റ് ഏത് കാലത്തേക്കാളും ഉപരിയാണ്. അപ്രകാരം വചനം ശ്രവിക്കുന്നത് ഇന്ന് അനേകർക്ക് താല്പര്യമുണ്ട്, പഠിക്കുവാനും ആഗ്രഹവുമുണ്ട്. എന്നാൽ നാം ഈ വചനം എങ്ങനെ ശ്രവിക്കണം എന്ന് വളരെ പ്രാധാന്യമർഹിക്കുന്നു എന്ന് കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വിതക്കാരൻ്റെ ഉപമയിൽ നാം ഉപമ പഠിക്കുമ്പോൾ ആ ഉപമയിൽ വിതക്കാരൻ വിതയ്ക്കുന്ന വിത്തുകൾ പലതരങ്ങളിലുള്ള സ്ഥലങ്ങളിൽ വീഴുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. വഴിയരികെ വീഴുന്നുണ്ട്, പാറപ്പുറത്ത് വീഴുന്നുണ്ട്, മുള്ളിനിടയിൽ വീഴുന്നുണ്ട്, നല്ല നിലത്ത് വീഴുന്നുണ്ട്. അപ്പോൾ ഈ വിതക്കാരൻ്റെ വിതയിൽ ഇപ്രകാരമുള്ള സ്ഥലങ്ങളിലൊക്കെയും വിത്ത് വീഴുകയാണ്. എന്നാൽ അവയ്ക്ക് ഫലം ലഭിക്കുന്നത് ഒരുക്കപ്പെട്ട നിലത്തിൽ അല്ലെങ്കിൽ നല്ല നിലത്ത് വീഴുന്ന വിത്ത് ആണത് ഫലം പുറപ്പെടുവിക്കുന്നതെന്നും ഉപമയിലൂടെ നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. അതുകൊണ്ടാണ് കർത്താവ് ഇതിനെക്കുറിച്ച് പറയുന്നത്, ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനങ്ങൾ ശ്രവിക്കുവാനും അത് ഗ്രഹിക്കുവാനും കഴിയുന്നത് ഒരു വലിയ വരമാണ്. ദൈവം നമുക്കായി നൽകിയിരിക്കുന്ന ഒരു കൃപയാണ്.
കേൾവി കൊണ്ട് മറ്റെന്തെങ്കിലും കേൾക്കുന്നത് പോലെ ദൈവവചനം കേട്ടുകൊണ്ട് കാര്യമായില്ല. ദൈവവചനത്തിന് പ്രാധാന്യം നൽകണം എന്ന് പറയുമ്പോൾ ദൈവവചനം എന്നുള്ളത് ദൈവമാണെന്ന് നമുക്ക് എപ്പോഴും ഒരു ചിന്ത ഉണ്ടാകണം. അപ്പോൾ ഈ വചനം നാം കേൾക്കുമ്പോൾ സാധാരണ ഇന്ന് ശബ്ദങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നാം കേൾക്കാറുണ്ട്. അനേകർ സംസാരിക്കുന്ന വാക്കുകൾ, ശബ്ദങ്ങൾ ഒക്കെ നാം കേൾക്കാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ശബ്ദമാണ് ദൈവത്തിൻ്റെ വചനം. അതുകൊണ്ട് ആ വചന ശ്രവണം എന്നുള്ളത് ഒരുക്കത്തോടു കൂടി ആയിരിക്കണം എന്നാണ് കർത്താവ് ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനമാണ്, പരിശുദ്ധാത്മാവിനാൽ രചിക്കപ്പെട്ട വചനമാണ്. ഏതാണ്ട് 1600 വർഷങ്ങൾ കൊണ്ട് 40-ലധികം രചയിതാക്കൾ എഴുതിയ വചനം ഒരു മാലയിലെ മുത്തുകൾ പോലെ ചേർക്കപ്പെട്ടിരിക്കുകയാണ്. പഴയ നിയമം പുതിയ നിയമവും നാം നോക്കുമ്പോൾ പഴയ നിയമത്തിൻ്റെ പൊരുൾ പുതിയ നിയമത്തിൽ അത് വെളിപ്പെട്ട് വരികയാണ്. അങ്ങനെ ഒരു പരസ്പര ബന്ധിതമായിട്ടുള്ള 16 നൂറ്റാണ്ടുകൾ കൊണ്ട് രചിക്കപ്പെട്ട് 40-ലധികം ആളുകൾ എഴുതിയിട്ടുള്ള വചനമാണെങ്കിൽ പോലും അതിന് ഒരേ ഒരു കേന്ദ്രബിന്ദു, യേശു എന്ന കേന്ദ്രബിന്ദു ആയി ഈ ദൈവത്തിൻ്റെ വചനത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ത്രിത്വത്തിൽ മൂന്നാമനാകുന്ന ദൈവം നൽകുന്ന അരുളപ്പാടുകളാണ് ദൈവത്തിൻ്റെ വചനം. അപ്പോൾ അത് ദൈവവചനമാണ്, ദൈവം സംസാരിക്കുന്നതാണ്. അതുകൊണ്ട് ആ വചന ശ്രവണം എന്നുള്ളത് ഒരു വലിയ ഒരുക്കം നമുക്ക് ആവശ്യമാണ്. അതാണ് ഈ വിതക്കാരൻ്റെ ഉപമയിലൂടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. വിതക്കാരൻ്റെ ഉപമയിലേക്ക് നാം വരുമ്പോൾ 8-ാം അധ്യായം, വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 5-ാം വാക്യത്തിൽ, വിതയ്ക്കുന്നവൻ വിത്ത് വിതയ്ക്കുവാൻ പുറപ്പെട്ടു, വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികിൽ വീണു. വിത്ത് വിതയ്ക്കുന്നവൻ ആ വിത്ത്, അവൻ്റെ കയ്യിലിരിക്കുന്ന പാത്രത്തിലുള്ള വിത്ത് എല്ലാം ഫലം തരുവാൻ യോഗ്യമായ വിത്തുകളാണ്. പക്ഷേ ആ വിത്തിൻ്റെ കുഴപ്പമല്ല, പിന്നെയോ ആ വിത്ത് ഏത് സ്ഥലത്ത് വീഴുന്നുവോ അതിനെ ആശ്രയിച്ചാണത് ഫലം തരുകയോ അല്ലെങ്കിൽ ഫലമില്ലാതെ പോവുകയോ ചെയ്യുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ആദ്യം ഇവിടെ പറയുകയാണ്, ചിലത് വഴിയരികിൽ വീണു, അത് ചവിട്ടിപ്പോവുകയും ആകാശത്തിലെ പറവജാതികൾ തിന്നുകളയുകയും ചെയ്തു. നമുക്കറിയാം, വഴിയോരങ്ങളിൽ വീഴുന്ന വിത്ത് കിളിർക്കുവാൻ ബുദ്ധിമുട്ടാണ്. കാരണം മനുഷ്യരും ഒക്കെ നടന്ന് അത് വളരെ കഠിനമായൊരു പ്രതലമായിരിക്കുകയാണ്. അതിനെക്കുറിച്ച് കർത്താവ് തന്നെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അതിൻ്റെ താഴെ 12-ാമത്തെ വാക്യത്തിലേക്ക് നാം വരുമ്പോൾ, വഴിയരികിലുള്ളവർ കേൾക്കുന്നവരാകുന്നു, എന്നാൽ അവർ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാതിരിക്കുവാൻ പിശാച് വന്നവരുടെ ഹൃദയത്തിൽ നിന്ന് വചനം എടുത്തു കളയുന്നു. അപ്പോൾ അവർ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാതിരിക്കുവാൻ ആ വിത്ത് വിതച്ചിട്ട് അതിന് ഫലം ലഭിക്കുന്നില്ല. അത് പറവകൾ വന്ന് പറവജാതികൾ തിന്നുകളയുന്നു എന്ന് പറയുമ്പോൾ പിശാച് അതിനെ എടുത്തു കളയുകയാണ്. ഒരു മനുഷ്യൻ്റെ രക്ഷ എന്നുള്ളത് യേശുവിലുള്ള വിശ്വാസമാണ്. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ആദരങ്ങൾ കൊണ്ട്, യേശു കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ആദരങ്ങൾ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നെങ്കിൽ നീ രക്ഷിക്കപ്പെടും. അപ്പോൾ വിശ്വാസം ഉണ്ടാകുന്നത് ദൈവവചന ശ്രവണത്തിലൂടെയാണ് എന്നും റോമർക്കെഴുതിയ ലേഖനത്തിൽ നാം വായിക്കുന്നു. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിനെക്കുറിച്ചുള്ള വചനത്താലും ആകുന്നു എന്ന് റോമർക്കെഴുതിയ ലേഖനത്തിൽ നാം വായിക്കുകയാണ്. അപ്പോൾ ഈ വചന ശ്രവണം വിശ്വാസത്തിൽ നമ്മെ ഉറപ്പിക്കുവാൻ തക്കവണ്ണം ഉതകുന്നതാകുന്നതുകൊണ്ട് അത് വിശ്വാസത്തിലേക്കൊരു വ്യക്തി വളരാതിരിക്കുവാൻ തക്കവണ്ണം പിശാച് അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ആ വചനം എടുത്തു കളയുന്നു എന്നിവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ നാം ലഭിക്കുന്ന ദൈവത്തിൻ്റെ വചനം നമ്മെ വിശ്വാസത്തിൽ ഉറപ്പിച്ചെങ്കിൽ മാത്രമേ അത് ഫലം പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ എന്ന് നമുക്ക് കാണുവാൻ കഴിയും. കർത്താവ് മറ്റൊരു ഉപമയിൽ പാറമേൽ പണിത ഭവനവും മണലിന്മേൽ ഭവനത്തെക്കുറിച്ചും താരതമ്യപ്പെടുത്തുന്നുണ്ട്.
പാറമേൽ പണിത ഭവനത്തെക്കുറിച്ച് കർത്താവ് അവിടെ പറയുന്നത് വചനം കേട്ട് അനുസരിക്കുന്നവർ. എന്നാൽ മണലിന്മേൽ പണിത ഭവനം വചനം കേൾക്കുന്നുണ്ട്, എന്നാൽ അത് ക്രിയ ചെയ്യുന്നില്ല, അനുസരിക്കുന്നില്ല, അവർക്ക് വിശ്വാസം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് പ്രതികൂലമാകുന്ന കാലാവസ്ഥയിൽ മണലിന്മേൽ പണിത ഭവനം വീണുപോകുന്നു, പാറമേൽ പണിത ഭവനം നിലനിൽക്കുകയാണ്. ബാഹ്യമായി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനം ആർക്കും കാണുവാൻ കഴിയുകയില്ല. അപ്പോൾ വചനം നാം ശ്രവിക്കുന്നുണ്ടെങ്കിൽ പോലും ആ വചനം പാറമേൽ പണിത ഭവനം പോലെ കേട്ട് വിശ്വസിച്ച് ആ വചനത്തിൽ നിലനിൽക്കുമ്പോഴാണ് അത് നമുക്ക് അനുഗ്രഹമായി തീരുന്നത്. എന്നാൽ അപ്രകാരം നമുക്ക് അനുഗ്രഹം അല്ലെങ്കിൽ രക്ഷ ഉണ്ടാകാതിരിക്കുവാൻ പിശാച് എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. കാരണം അവൻ ഉൽപ്പത്തി മുതൽ ദൈവവുമായി അടുത്ത് നിൽക്കുന്ന വ്യക്തികളെ ദൈവത്തിൽ നിന്ന് അകറ്റുക എന്നുള്ളതാണ് അവൻ്റെ ലക്ഷ്യം. ഇന്നും അവനത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വചനശ്രവണം നല്ലതാണ്. പക്ഷേ നാം എത്രത്തോളം ഒരുക്കത്തോടു കൂടിയാണ്. വഴിയരികിൽ വീഴുന്ന വിത്ത് പോലെ അപ്രകാരമുള്ള ഒരു പ്രതലത്തിലാകരുത് നമുക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ നാം ശ്രവിക്കുന്ന വചനമെന്ന് നമ്മെ കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത് നാം വായിക്കുകയാണ്, മറ്റു ചിലത് പാറമേൽ വീണു, മുളച്ചപ്പോൾ തന്നെ നനവില്ലാത്തതിനാൽ അവ ഉണങ്ങിപ്പോയി. പാറമേൽ വീഴുക എന്ന് പറയുമ്പോൾ പാറയുടെ മുകളിൽ അല്പം മണ്ണുണ്ട്. കാരണം അവിടെ മുളയ്ക്കുന്നുണ്ട്. പാറ മാത്രമുള്ള സ്ഥലത്ത് ഒരിക്കലും ആ വിത്ത് മുളയ്ക്കുകയില്ല. അപ്പോൾ പാറയുടെ മുകളിൽ ആഴമില്ലാത്ത അല്ലെങ്കിൽ ഉപരിതലമായ അല്പം മണ്ണുണ്ട്. അവിടെ വീണു, അത് മുളച്ചു, പക്ഷേ അത് വളരുകയില്ല. കാരണം അതിന് താഴോട്ട് വേരിറങ്ങുവാൻ തക്കോണം ആഴമായ സ്ഥലം അല്ലെങ്കിൽ മണ്ണ് ഇല്ലാത്തതുകൊണ്ട് അത് വളരുകയില്ല എന്ന് നാം കാണുകയാണ്. 13-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, പാറമേലുള്ളവരോ കേൾക്കുമ്പോൾ വചനം സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവരാണെങ്കിലും അവർക്ക് വേരില്ല, അവർ തൽക്കാലം വിശ്വസിക്കുകയും പരീക്ഷാ സമയത്ത് വീണുപോകുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ് ഈ പാറമേൽ വീഴുന്ന വിത്ത്? ആ അല്പം മണ്ണുള്ളതുകൊണ്ട് ആ മണ്ണിൽ അത് കിളിർക്കുന്നുണ്ട്, വേരുണ്ടാകുന്നുണ്ട്, പക്ഷേ വേരാഴത്തിലേക്ക് ഇറങ്ങുന്നില്ല. അതുകൊണ്ടത് നഷ്ടപ്പെട്ടു പോവുകയാണ്. അത് ഇവിടെ കർത്താവ് പറയുകയാണ്, സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. വചനം കേൾക്കുവാൻ സന്തോഷമാണ്, അത് സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ പരീക്ഷകൾ, ജീവിതയാത്രയിൽ പരീക്ഷകൾ കടന്നു വരുമ്പോൾ അവിടെ സംശയങ്ങളുണ്ടാകുകയാണ്. ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുകയാണ്. ആ വിശ്വാസം നഷ്ടപ്പെടുന്നത് മൂലം അവർ വീണുപോവുകയാണ്. ആ വിത്ത് ഫലം പുറപ്പെടുവിക്കാത്ത അവസ്ഥയിൽ ആയിത്തീരുകയാണ് എന്ന് നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിലേക്ക് വരുമ്പോൾ, യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നു. 12-ാമത്തെ തിരുവചനം, 1-ാം അധ്യായം 12-ാമത്തെ തിരുവചനം, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, എന്നാൽ അവൻ യോഗ്യനെന്ന് തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ജീവകിരീടം പ്രാപിക്കും. അപ്പോൾ പരീക്ഷ എന്നുള്ളത് ആത്മീയ ജീവിതത്തിൽ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ അതെപ്പോഴും ഉണ്ട്. എന്തെന്നാൽ പരീക്ഷ ഉണ്ടെങ്കിൽ മാത്രമേ എത്രത്തോളം വിശ്വാസം നമുക്കുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുകയുള്ളൂ. പരീക്ഷയില്ലെങ്കിൽ നമുക്കൊക്കെയും പറയാൻ നമുക്ക് വിശ്വാസമുണ്ട് ദൈവത്തിൽ. എന്നാൽ ജീവിതത്തിൽ കഠിനമായ ഒരു ശോധന വരുമ്പോൾ ദൈവത്തെ സംശയിക്കുന്നവരാണോ, ദൈവത്തെ തള്ളിപ്പറയുന്നവരാണോ, ദൈവത്തെ അന്വേഷിച്ചിട്ടും ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത് വന്ന് എന്ന് ചോദിക്കുന്നവരാണോ എന്ന് നാം പരിശോധിക്കുക. അങ്ങനെയുള്ളവരെങ്കിൽ ഇത് പാറമേൽ വീഴുന്ന വിത്തിന് സമമാണ് എന്ന്. കാരണം ആഴമില്ല, ആഴമായ വിശ്വാസമില്ല. എന്തു വന്നാലും ദൈവമറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും വരികയില്ല എന്ന് വിശ്വസിക്കുവാൻ കഴിയാത്തത് കൊണ്ട് ഈ പാറമേൽ വീണ വിത്തുപോലെ, ആഴമില്ലാത്ത മണ്ണുള്ള സ്ഥലത്ത് വീണ വിത്തുപോലെ അത് നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് ഇവിടെ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. 3-ാമത്തെ പ്രതലം ഇവിടെ പറയുകയാണ്, 8-ാം അധ്യായം 7-ാമത്തെ തിരുവചനം, മറ്റ് ചിലത് മുള്ളുകളുടെ ഇടയിൽ വീണു, മുള്ളുകളും അതിനോടുകൂടെ മുളച്ചതിനെ ഞെരുക്കിക്കളഞ്ഞു. മുള്ള് ഉള്ള ഒരു പ്രതലത്തിൽ വീഴുകയാണ്. അവിടെയും അത് ഒരുക്കപ്പെടുന്ന ഒരു പ്രതലമല്ല. തീർച്ചയായിട്ടും ഒരുക്കപ്പെടുന്ന ഒരു സ്ഥലത്ത് മുള്ള് കാണുകയില്ല. അപ്പോൾ അതിനെക്കുറിച്ച് കർത്താവ് എന്താണ് പറയുന്നത്? 14-ാമത്തെ വാക്യം, മുള്ളുകളുടെ ഇടയിൽ വീണതോ കേൾക്കുന്നവരാകുന്നു, എന്നാൽ മുമ്പോട്ട് പോകുമ്പോൾ ചിന്തകൾ, ധനം, ജീവിത സുഖങ്ങൾ എന്നിവയാൽ ഞെരുക്കപ്പെടുന്നതിനാൽ പൂർണ്ണമായി ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയാത്തവരത്ര. അപ്പോൾ മുള്ളിനിടയിൽ വീഴുന്ന വിത്ത്
അവിടെ മണ്ണുണ്ട്, അത് വളരുന്നുണ്ട്. എന്നാൽ ഈ മുള്ള് ഈ ചെടിയെ ഞെരുക്കിക്കളയുകയാണ്, നശിപ്പിക്കുകയാണ്. ഫലം പുറപ്പെടുവിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ദൈവവചനം കേൾക്കുമ്പോൾ തന്നെ മറ്റ് ശബ്ദങ്ങളും കേൾക്കുന്നവരാണ് നാം എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് ഫലം പുറപ്പെടുവിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. മാത്രമല്ല, നമ്മുടെ ലക്ഷ്യങ്ങൾ ലോകത്തിൻ്റെ ലക്ഷ്യങ്ങളായി പോകുമ്പോൾ, അതാണ് ഇവിടെ പറയുന്നത്, ധനം, ചിന്തകൾ, ധനം, ജീവിത സുഖങ്ങൾ എന്നിവയാൽ ഞെരുക്കപ്പെടുകയാണ്. ഈ ദൈവവചനം തെറ്റുകളെ തിരുത്തുവാനും കുറവുകളെ കണ്ടെത്തി അത് ഉപേക്ഷിക്കുവാനും ദൈവത്തിൻ്റെ വചനം നമ്മോട് സംസാരിക്കുമ്പോൾ നമുക്ക് ഈ ലോകത്തിൻ്റെ സുഖങ്ങളാണ് പ്രാധാന്യം എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ വചനത്തെ പൂർണ്ണമായും അനുസരിക്കുവാൻ കഴിയാതെ മുമ്പോട്ട് പോകുമ്പോൾ ഈ വചനം നമ്മളിൽ ക്രിയ ചെയ്യുകയില്ല, ആ വചനം ഫലം പുറപ്പെടുവിക്കുവാനും കഴിയുകയില്ല എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അവസാനമായിട്ട് പറയുകയാണ്, മറ്റു ചിലത് നല്ല നിലത്ത് വീണു, അവ മുളച്ച് 100 മേനി വിളവ് നൽകി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ അത് 30 13-ാം അധ്യായം 8-ാമത്തെ തിരുവചനം 30, 60, 100 മേനി ഫലം പുറപ്പെടുവിക്കുന്നതായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്ന് പറയുമ്പോൾ നല്ല നിലം ഒരുക്കപ്പെട്ട നിലമാണ്. അവിടെ തന്നെ അത് പല തരങ്ങളിലാണ് ഒരുക്കപ്പെടുന്നത്. അല്ലെങ്കിൽ നന്നായി ഒരുക്കപ്പെട്ടൊരു സ്ഥലമായിരുന്നുവെങ്കിൽ അതിവിടെ 100 മേനി ലഭിക്കുമായിരുന്നു. എന്നാൽ 30, 60, 100 മേനി ഫലം പുറപ്പെടുവിക്കുന്ന നല്ല നിലത്തെക്കുറിച്ചും നമുക്കിവിടെ കാണുവാൻ കഴിയുകയാണ്. എന്നിട്ട് കർത്താവ് പറയുകയാണ് 15-ാമത്തെ തിരുവചനത്തിൽ, നല്ല മണ്ണിലുള്ളതോ വചനം കേട്ട് സത്യസന്ധവും നിർമ്മലവുമായ നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം നൽകുന്നവർ തന്നെ. അപ്പോൾ നല്ല നിലത്ത് വീഴുന്ന വിത്തുകൾ അത് ഒരുക്കപ്പെട്ട നിലമാണ്. അവിടെ കല്ലുകളില്ല, മുള്ളുകളില്ല, അവിടെ കാടുകളില്ല. ഏറ്റവും ആ വീഴുന്ന വിത്തിന് കിളിർക്കുവാൻ അനുയോജ്യമാകുന്ന സാഹചര്യമാണ് അവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ 30, 60, 100 മേനിയും 100 മടങ്ങ് ഫലം പുറപ്പെടുവിക്കുന്ന ഒരവസ്ഥ ആ നല്ല നിലത്ത് വീഴുന്ന വിത്തിൽ നിന്ന് ഉണ്ടാകുന്നതായിട്ട് നാം മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഈ നല്ല നിലത്ത് വീഴുന്ന വിത്തിനെക്കുറിച്ച് പറയുകയാണ്, വചനം കേട്ട് സത്യസന്ധവും നിർമ്മലവുമായ നല്ല ഹൃദയം. അപ്പോൾ ഹൃദയം ഒരുക്കപ്പെടുകയാണ്. ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ, ദൈവമാണ് സംസാരിക്കുന്നത് എന്നുള്ള വലിയ ബോധ്യത്തോടു കൂടി ആ വചനത്തെ പൂർണ്ണമായും ഉൾക്കൊള്ളുവാനും അനുസരിക്കുവാനും ജീവിതത്തിൽ തെറ്റുകളെ തിരുത്തുവാനും ആ വചനം ഉപകരിക്കുമ്പോൾ 100 മേനി ഫലം പുറപ്പെടുവിക്കുന്ന അവസ്ഥയിലേക്ക് അത് ആയിത്തീരുമെന്ന് കൂടി കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ വചനശ്രവണം ഇന്ന് സർവ്വസാധാരണമാണെങ്കിലും എത്രത്തോളം ഒരുക്കത്തോടു കൂടിയാണ് നാം അത് കേൾക്കാറുള്ളത്. നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയാണ് ഫലം പുറപ്പെടുവിക്കുവാനുള്ള കാരണമായിത്തീരുന്നത്. വിത്തിന് ഈ സ്ഥലങ്ങളിലൊക്കെയും വീഴുന്ന വിത്ത് 100 മേനി ഫലം പുറപ്പെടുവിക്കാൻ യോഗ്യമാകുന്ന വിത്ത് തന്നെയാണ്. വഴിയരികിൽ വീഴുന്ന വിത്തായിരുന്നാലും, പാറമേൽ വീഴുന്ന വിത്തായിരുന്നാലും, മുള്ളിനിടയിൽ വീഴുന്ന വിത്തായിരുന്നാലും, നല്ല സ്ഥലത്ത് വീഴുന്ന വിത്തായിരുന്നാലും, എല്ലാ വിത്തുകളും 100 മേനി ഫലം പുറപ്പെടുവിക്കുവാൻ യോഗ്യമായിട്ടുള്ള വിത്താണ്. പക്ഷേ അതേത് പ്രതലത്തിൽ വീഴുന്നു എന്നതിനെ ആശ്രയിച്ചാണ് അതിൽ നിന്ന് ഫലം ലഭിക്കുന്നതെന്ന് കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം നാം മനസ്സിലാക്കുക, വിതക്കാരൻ അവൻ വിതറിക്കൊണ്ടേയിരിക്കുകയാണ്. അവൻ വിത്ത് വിതറിക്കൊണ്ടേയിരിക്കുകയാണ്. ഫലം ഒരു സ്ഥലത്ത് അവന് നഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റൊരു സ്ഥലത്തു നിന്ന് ലഭിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി അവൻ വിത്ത് വിതറിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറയുമ്പോൾ ദൈവം അനുദിനം നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ ആ ശബ്ദത്തെ കേൾക്കുവാനും അനുസരിക്കുവാനും ആ ശബ്ദത്തെ അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ സ്വഭാവത്തെ രൂപീകരിക്കുവാനും നമുക്ക് കഴിയുന്നുണ്ടോ? ഈ വചനം എന്തിന് നമ്മോട് സംസാരിക്കുന്നു, നമ്മോട് ഇടപെടുന്നു എന്ന് പറയുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കുവിൻ. നമ്മളെ വിശുദ്ധിയിലേക്ക് നയിക്കുവാൻ, യേശുവിനെ പോലെ ആയിത്തീരുവാൻ, യേശുവിൻ്റെ സ്വഭാവത്തിലേക്ക് വളരുവാൻ ദൈവവചനത്തിന് വളരെ അധികം സ്ഥാനമുണ്ട് എന്നുകൂടി തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തും. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ 31, 32 തിരുവചനത്തിൽ അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 31, 32. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി തീരും.
എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ, അപ്പോൾ വചനം കേട്ടിട്ട് ആ വചനാധിഷ്ഠിതമായൊരു ജീവിതം, ആ വചനം നമ്മുടെ അനുദിന ജീവിത യാത്രയിൽ നമ്മെ നയിക്കുവാൻ പ്രയോജനപ്പെടണം. കാരണം ദൈവത്തിൻ്റെ വചനം പരിശുദ്ധാത്മാവിനെ രചിക്കപ്പെട്ടതുകൊണ്ട് പരിശുദ്ധാത്മാവ് എന്താണ്? സത്യത്തിൽ നമ്മെ നടത്തുവാൻ, സത്യത്തിൽ നയിക്കുവാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ വചനം നമ്മളെ തെറ്റുകൾ എവിടെയാണ്, വീഴ്ചകൾ എവിടെയാണ് നമ്മളെ ബോധ്യപ്പെടുത്തി തരും, പോകേണ്ടുന്ന വഴി നമുക്ക് കാണിച്ചു തരും. 119 സങ്കീർത്തനത്തിൽ വളരെ വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ കാലുകൾക്ക് ദീപവും വഴിക്ക് പ്രകാശവുമാണ് ദൈവത്തിൻ്റെ വചനം. അപ്പോൾ ഈ വചനം, ആ വചനത്തിൽ നാം നിലനിൽക്കുന്നുവെങ്കിൽ വാസ്തവമായ എൻ്റെ ശിഷ്യന്മാരെ തരും. അപ്പോൾ ഒരു ട്രൂ ഡിസൈപ്പിൾ എന്ന് പറയുന്നത് ദൈവവചനത്തിൽ ആഴമേറിയ അടിസ്ഥാനമുള്ള വിശ്വാസമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ യഥാർത്ഥ ശിഷ്യനായിട്ട്, കർത്താവിൻ്റെ യഥാർത്ഥ ശിഷ്യനായിട്ട് മുമ്പോട്ട് പോകാൻ നോക്കണം കഴിയുകയുള്ളൂ. എന്നിട്ട് തുടർന്ന് പറയുകയാണ്, അപ്പോൾ നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ ലോകത്തിൽ നാം അനേക ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ സത്യം എന്താണെന്ന് നമുക്കിന്ന് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. പ്രത്യേകമായിട്ട് മീഡിയയിലൂടെ വരുന്ന വാർത്തകൾ നാമൊക്കെയും ചിന്തിക്കും അത് 100% ശരിയാണ്. അത് ഓരോ താല്പര്യ കക്ഷികളുടെയും ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അവരുടെ താല്പര്യങ്ങളെ മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുവാൻ തക്കവണ്ണം ഇന്ന് മീഡിയ, അത് മാസ് മീഡിയ ആയിരുന്നാലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആയിരുന്നെങ്കിലും അത് 100% സത്യമല്ല എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം മാത്രമാണ് 100% സത്യമായിട്ട്. കാരണം ദൈവം സത്യമാണ്, പിശാച് വ്യാജമാണെന്നുകൂടി കർത്താവ് യോഹന്നാൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. അവൻ വ്യാജമാണ്, അവൻ വ്യാജത്തിൻ്റെ ഉപജ്ഞാതാവാണ് എന്ന് കർത്താവ് അവിടെ പറയുകയാണ്. അതുകൊണ്ട് ദൈവവചനം സത്യമാണ്, അത് 100% വിശ്വസിക്കുവാൻ യോഗ്യമാണ്. ആകാശവും ഭൂമിയും മാറിപ്പോയാലും എൻ്റെ വചനം ഒരിക്കലും നീങ്ങിപ്പോകുകയില്ല എന്ന് കർത്താവ് പറയുമ്പോൾ ആ വചനം 100% സത്യമാണെന്ന് വിശ്വസിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകുന്നൊരു വ്യക്തിക്കാണ് നല്ല ഫലം പുറപ്പെടുവിക്കുവാൻ കൊണ്ട് കഴിയുന്നത്. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ നല്ല ഫലത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ കൊണ്ട് കഴിയും. 5-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-ാമത്തെ തിരുവചനത്തിൽ നാം വായിക്കുകയാണ്, ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മനിയന്ത്രണം എന്നിവയാകുന്നു. ആത്മാവിൻ്റെ ഫലം സ്നേഹം. മറ്റുള്ളവരെ അവരുടെ പ്രതികരണങ്ങൾ എന്തായിരുന്നാലും സ്നേഹത്തോടെ കാണുവാൻ, ഇടപെടുവാൻ നമുക്ക് കഴിയും. സന്തോഷം, എപ്പോഴും എല്ലാ അവസ്ഥയിലും ജീവിതത്തിൽ സന്തോഷമുള്ളവരായിരിക്കാൻ കഴിയും. പ്രയാസങ്ങൾ വന്നാലും അവിടെയും ഒരു ജോയ് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് എപ്പോഴും ഉണ്ടാകും. സമാധാനം, ജീവിതത്തിൽ എപ്പോഴും സമാധാനമുണ്ട്. ഇന്ന് സമാധാനം നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് നാം ജീവിക്കുന്നത്. സമാധാനത്തിന് വേണ്ടി ഓരോന്നിലും ആശ്രയിക്കുന്ന തലമുറകളെ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ദൈവത്തിൽ അചഞ്ചലമായി വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവ് നൽകുന്ന ഫലമാണ് സമാധാനം. ദീർഘക്ഷമ, ക്ഷമിക്കുവാൻ, മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ കഴിയുന്ന ഒരു വലിയ അനുഗ്രഹപരമായിട്ടുള്ള ഒരു ഫലമാണ്, ആത്മാവിൻ്റെ ഫലമാണ് ദീർഘക്ഷമ. ദയ, മറ്റുള്ളവരുടെ ദയ കാണിക്കുക. യോഗ്യതയില്ലെങ്കിൽ പോലും മറ്റുള്ളവരോട് ദയാപരമായി ഇടപെടുന്ന ഒരു വലിയ സ്വഭാവം. നന്മ, വിശ്വസ്തത, എല്ലാ കാര്യങ്ങളിലും വിശ്വസ്തത. അത് ഭാര്യ ഭർത്താവ് ജീവിതത്തിലായിരുന്നാലും കുടുംബജീവിതത്തിലായിരുന്നാലും ഔദ്യോഗിക ജീവിതത്തിലായിരുന്നാലും ദൈവത്തിൻ്റെ സന്നിധിയിലായിരുന്നാലും വിശ്വസ്തരായിരിക്കാൻ തക്കോണം കഴിയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് എന്ന് തിരുവൻ നമ്മെ ഓർപ്പിക്കണം. സൗമ്യത എന്ന് പറയുമ്പോൾ ഹൃദയത്തിൽ അഹങ്കാരമില്ലാത്തൊരവസ്ഥ. നമ്മൾ ഈ ലോകത്തിൽ എന്ത് നേടിയാലും അത് ദൈവത്തിൻ്റെ ദാനമാണ്, നമ്മുടെ സ്വന്തമല്ല. നാം ഒന്നുമില്ലാതെ വന്നു, ഒന്നുമില്ലാതെ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകേണ്ടവരാണെന്നുള്ളൊരു വലിയ ചിന്ത, ഒരു ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ മാത്രമേ സൗമ്യത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയുള്ളൂ. മറ്റുള്ളവരുടെ സൗമ്യമായി ഇടപെടുവാൻ നമുക്ക് കഴിയുള്ളൂ. ആത്മനിയന്ത്രണം, എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യമല്ല, നാം അത് സ്വയം നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യം. ഇതൊക്കെയും പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണെന്ന് ഗലാത്യ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് സ്വായത്തമാക്കുവാൻ കഴിയുന്നത് നമ്മുടെ ഹൃദയത്തെ നാം എപ്രകാരം വചനം കേൾക്കുവാൻ തക്കോണം ഒരുക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ്.
നല്ല നിലത്ത് വീണ വിത്തിന് മാത്രമേ നല്ല ഫലം പുറപ്പെടുവിക്കാൻ കഴിയുകയുള്ളൂ എന്ന് കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ജീവിതയാത്രയിൽ ദൈവത്തിൻ്റെ വചനത്തിന് നാം എത്രത്തോളം സ്ഥാനം നൽകാറുണ്ട്? ഈ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് എത്രത്തോളം മുമ്പോട്ട് പോകാൻ നമുക്ക് കഴിയാറുണ്ട്? നമ്മുടെ ഹൃദയം എപ്രകാരമാണ് ദൈവത്തിൻ്റെ വചനം ശ്രവണത്തിന് വേണ്ടി നാം ഒരുക്കാറുള്ളത് എന്നൊക്കെയും പരിശോധിക്കാനും അത് നമ്മുടെ ആത്മീയ ജീവിതയാത്രയിൽ ദൈവത്തോട് ചേർന്ന് ജീവിപ്പാനും നമുക്ക് കഴിയണമെന്ന് തിരുവൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഒരു വ്യക്തിയെ നമുക്ക് കാണുവാൻ കഴിയും. പരിശുദ്ധ കന്യാമറിയം. കർത്താവിൻ്റെ ദൂതൻ അവളോട് പറഞ്ഞതൊക്കെയും അവൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് നാം അവിടെ വായിക്കുകയാണ്. അവൾ അത് ദൈവത്തിൻ്റെ വചനത്തെ പൂർണ്ണമായും വിശ്വസിച്ചു. ദൈവത്തിന് അസാധ്യമായതൊന്നും എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിൽ മുമ്പിൽ അവളെ തന്നെ സമർപ്പിക്കുകയാണ്. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ. ദൈവവചനത്തിൽ, ദൈവശബ്ദത്തിൽ അവൾ സമ്പൂർണ്ണമായും വിശ്വസിക്കുകയും ആ വിശ്വാസം അവളുടെ ജീവിതയാത്രയിൽ പ്രയാസങ്ങളുടെ നടുവിലും സ്വന്തം ഓമനപുത്രനെ തൻ്റെ കൺമുമ്പിൽ വെച്ച് കുരിശിൽ കയറി നഗ്നനായി ഒരുപക്ഷെ തുണി പോലും ഇല്ലാതെ അവനെ ക്രൂശിക്കുമ്പോഴും അവിടെ ആത്മനിയന്ത്രണത്തോടെ ക്ഷമയോടെ അവിടെ നോക്കി നിൽക്കുന്ന പരിശുദ്ധ മാതാവിന് അത് സാധ്യമായത് ആ ദൂതനാൽ കൽപ്പിച്ചതവൾ വിശ്വസിക്കുകയും അതവൾ ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും ചെയ്തുകൊണ്ടാണ് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതയാത്രയിൽ ദൈവത്തിൻ്റെ വചനത്തിന് വലിയ സ്ഥാനം നൽകേണ്ട ആവശ്യകതയെക്കുറിച്ച് കർത്താവ് ഈ ഉപമയിലൂടെ നമ്മെ പഠിപ്പിക്കുമ്പോൾ പൂർണ്ണമായും അതിനുവേണ്ടി ഒരുങ്ങുവാനും നമ്മുടെ ഹൃദയത്തെ ഒരുങ്ങിക്കൊണ്ട് ദൈവവചനത്തെ സ്വീകരിപ്പാനും കേൾക്കുന്ന വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ദൈവാനുഗ്രഹമുള്ളവരായി മുമ്പോട്ട് പോകാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.